നമസ്കാരം. സാമ്പത്തികപരമായും തൊഴിൽപരമായും ബുദ്ധിമുട്ടും തകർച്ചയും അതിന്റെ കാരണങ്ങളും പരിഹാരമൊക്കെയാണ് ഞാൻ 2-3 മെസ്സേജായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞാൻ പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു മേഖലയാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ സാമ്പത്തികത്തിലും അല്ലെങ്കിൽ നമ്മൾ തൊഴിൽപരമായും ബിസിനസ് പരമായിട്ടും ഒക്കെ നമുക്ക് ഉയരാൻ കഴിയുന്നില്ല, തകർച്ച, പ്രശ്നങ്ങൾ, വിഷയങ്ങൾ, ഇതിന്റെ കാരണം ഇന്ന് ഞാൻ പറയുന്നത് അതിപ്രധാനമായ ഒരു മേഖലയാണ്. ഇത് ഞാനീ പറയുമ്പോൾ പലരും ഇപ്പോഴും ആ രീതിയിലായിരിക്കും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതും. അതിനുവേണ്ടി പല പരിപാടികളും ഇപ്പൊ ഞാൻ ഈ മെസ്സേജ് പറയുമ്പോൾ ഇതെല്ലാം കേട്ട് മനസ്സിലാക്കിയാൽ പോലും മറുഭാഗത്തോടി ഇങ്ങനെയും കൂടെ ശ്രമിച്ചു നോക്കാം എന്ന രീതിയിലായിരിക്കും പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ആത്മീയ വളർച്ച നേടിയ ആത്മാക്കൾക്ക് ദോഷകരമായി മാറും. കാരണം ആ ആത്മാക്കൾക്ക് സൃഷ്ടാവാൻ ദൈവം വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ പ്രകൃതി വെച്ചിരിക്കുന്ന നീതി, ന്യായവും സത്യസന്ധവും ആയ ആ മേഖലയിലൂടെ വേണം ആത്മാവിന് സഞ്ചരിക്കാൻ. ഇതൊന്നും തിരിച്ചറിഞ്ഞൂടാത്ത നമ്മൾ നമ്മുടെ ഭൗതിക കാര്യങ്ങൾക്കും ബുദ്ധിമുട്ടിനും വേണ്ടി പല മാർഗങ്ങളും സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നതാണ്. ഇത് ആത്മാവുമായിട്ട് ബന്ധമില്ല, ആത്മാവ് ഇതിന് എതിരാണ് എന്ന് ആത്മീയ വളർച്ച നേടിയ ആത്മാക്കൾ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ടത്തരം അല്ലെങ്കിൽ ഒരു അബദ്ധമാണ് ഈ നേർച്ചകൾ നേരുക, അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ കാര്യസാധ്യത്തിന് വേണ്ടി മറ്റ് ശക്തികളെ ആശ്രയിക്കുക. മറ്റ് ശക്തികൾ ഉദ്ദേശിക്കുന്നത് മറ്റ് അദൃശ്യ ശക്തികളെ ആശ്രയിക്കുക. ഇത് നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടിനും നമ്മുടെ തൊഴിൽപരമായും എല്ലാം നമുക്ക് ദോഷമാണ്. ഈ 2013 ശേഷം ആയി വരുള്ളൂ. ഇതിന് മുന്നമവും ഇത് ദോഷമായിരുന്നു. അപ്പൊ ഈ പ്രകാരം ശരിക്കും ആത്മീയ വളർച്ച നേടി നിൽക്കുന്ന ആത്മാക്കൾ ഈ രീതിയിൽ പ്രവർത്തിക്കുന്നതെല്ലാം പ്രകൃതിയുടെ കണ്ണിൽ നെഗറ്റീവാണ്. അല്ലാത്തവർക്ക് നെഗറ്റീവാണ്, പക്ഷെ ആത്മീയ വളർച്ച നേടിയവർക്ക് സ്ട്രിക്റ്റ് ആണ്. പക്ഷെ ഇത്രയും നാളും എന്തുകൊണ്ട് വലിയ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും വന്നില്ല എന്നതിന്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2013 മുന്നേ ദൈവം ഭൂമിയിൽ വെച്ചിരിക്കുന്ന കാലഘട്ടം മറ്റൊന്നായിരുന്നു, കലിയുഗമായിരുന്നു, അതിന്റെ അവസാന ഭാഗമായിരുന്നു. അപ്പോൾ സൗജന്യമായ ഒരു സംരക്ഷണം തെറ്റുകൾ പറ്റിയാൽ പോലും അധികം ബാധിക്കാത്ത രീതിയിൽ ഈ അസുര ശക്തികളെ അല്ലെങ്കിൽ നെഗറ്റീവ് ശക്തികളെല്ലാം പോസിറ്റീവ് ശക്തികൾ തരണം ചെയ്ത് നമ്മളെ സൗജന്യമായി പാലിച്ചുകൊണ്ടിരുന്നത് കൊണ്ടാണ് നമ്മൾ പല തെറ്റുകളും മണ്ടത്തരങ്ങളൊക്കെ പറ്റിയിട്ട് പോലും അതിൽ വലിയ പ്രശ്നങ്ങൾ വരാതിരുന്നത്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല, പ്രകൃതി സ്ട്രിക്റ്റ് ആണ്. അപ്പൊ ഈ ആരാധന അല്ലെങ്കിൽ ഈ നേർച്ച ഇതിന്റെയൊക്കെ പിന്നിലെ കുറച്ച് സത്യങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കണം. ഇപ്പൊ നമ്മളൊരു വിഷയം വരുന്നു, സാമ്പത്തികത്തിലോ അല്ലെങ്കിൽ ബിസിനസ് പരമായിട്ടോ എവിടെയെങ്കിലും എന്തെങ്കിലും തടസ്സങ്ങളോ ഒക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഭക്തൻ ചെയ്യുന്നത് ഏതെങ്കിലും അമ്പലത്തിലോ പള്ളിയിലോ അല്ലെങ്കിൽ സ്ഥലത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും പുരോഹിതനോ ഒക്കെ നേർച്ച നേരും. അതായത് എന്റെ ഈ കാര്യം സോൾവ് ചെയ്താൽ ഞാൻ ഇന്നത് തന്നോളാം, ഇന്ന രീതിയിൽ ചെയ്തോളാം, ഇങ്ങനെയുള്ള നേർച്ചകൾ നേരും. ഈ നേർച്ചകൾ നേരുന്നത് സൃഷ്ടാവാം ദൈവത്തിന്റെ പോസിറ്റീവ് ശക്തികൾക്ക് അത് നെഗറ്റീവായാണ് മാറുന്നത്. ശരിക്കും അവർ നമ്മെ സഹായിക്കില്ല. കാരണം അത് കൈക്കൂലി കൊടുത്ത് കാര്യം സാധിക്കുക, അല്ലെങ്കിൽ അവരെ നമ്മൾ അതായത് ഇതൊക്കെ ഇങ്ങോട്ട് തരാൻ ശക്തിയുള്ള അല്ലെങ്കിൽ പ്രപഞ്ചം മൊത്തം നിലനിർത്തിക്കൊണ്ടുപോകുന്ന ആ അദൃശ്യമായ ആ സൃഷ്ടിച്ചും പരിപാലിച്ചും കൊണ്ടുപോകുന്ന ആ സൃഷ്ടാവാൻ ദൈവത്തിന് അങ്ങോട്ട് നമ്മൾ ഭൂമിയിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം എന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ളതാണ് ഈ വരുമാനം. മറ്റ് മൃഗങ്ങൾക്കൊന്നും നമ്മുടെ രൂപയോ നോട്ടോ ഒന്നും അവർക്ക് ചിലപ്പോൾ അവര് പുല്ലുപോലെ ചവച്ച് തിന്നും, അവർക്ക് അറിഞ്ഞൂടല്ലോ. അപ്പൊ നമുക്കാണ് ഇതൊക്കെ വലിയ സംഭവം. ഇത് അങ്ങോട്ട് കൊടുത്ത് പ്രീതിപ്പെടുത്തുന്ന പ്രക്രിയ പോസിറ്റീവ് രീതിയിൽ നോക്കുമ്പോൾ അത് നെഗറ്റീവാണ്. പക്ഷെ നമുക്കത് അറിഞ്ഞുകൂടാ. നമ്മളുടെ ശിശു മനസ്സ് വെച്ച് ഈ പൈസ, പണം, ധനം ഇത് ഞാൻ ഇത്രയും അങ്ങോട്ട് തന്നോളാം എന്ന് പറഞ്ഞ് നേരുമ്പോൾ പലർക്കും ഇതിന്റെ പിന്നിലെ സത്യാവസ്ഥ അറിഞ്ഞുകൂടാ. ഈ നേർച്ചകൾ നേരുമ്പോൾ ഇത് പോസിറ്റീവ് ശക്തികൾ ഈ നേർച്ച എടുക്കുകയേയില്ല. അവർക്ക് ഇതിന്റെ ആവശ്യമില്ല, അവർ ചെയ്യേയില്ല. അവർ നീതി ന്യായവുമായി കറക്റ്റ് പ്രകൃതി വെച്ചിരിക്കുന്ന വ്യവസ്ഥ അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുള്ളൂ. അതായത് ഒരു മനുഷ്യൻ പ്രവർത്തിക്കേണ്ട ഇത്ര കാര്യങ്ങൾ പ്രവർത്തിച്ചാൽ അല്ലെ ഇന്ന കാര്യങ്ങൾ ചെയ്താൽ അതിന്റെ ഫലം കർമ്മത്തിന്റെ ഫലം എന്നോണം നല്ലതിന് നല്ലത്, ചീത്തയ്ക്ക് ചീത്ത, ഇതേ അവർ ചെയ്യുള്ളൂ. പക്ഷെ എന്റെ ഈ കാര്യം സാധിച്ചാൽ നിങ്ങൾക്ക് ഞാൻ ഇങ്ങനെ തരാം എന്നൊക്കെ പറഞ്ഞ് ഏതെങ്കിലും അമ്പലത്തിൽ എവിടെയെങ്കിലും കൊടുക്കുമ്പോൾ ഇതിലൂടെ പ്രവർത്തിക്കുന്നതെല്ലാം
പൈശാചിക ശക്തികളാണ്, അല്ലെങ്കിൽ അസുര ശക്തികളാണ്. അവർ നമുക്ക് കാര്യസാധ്യയും ലാഭങ്ങളൊക്കെ ചെയ്തു തരും. ഇതൊക്കെ ദൈവം ചെയ്തു തരുന്നു എന്ന് വിചാരിച്ച് നമ്മൾ അവിടെ കൊണ്ട് കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യും. ഇപ്പോ അങ്ങനെ വരുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ ഭൂമിയിൽ സാധിച്ചാലും പ്രകൃതിയുടെ കണ്ണിൽ നമ്മുടെ കർമ്മം തെറ്റി അതിന്റെ ഫലം അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത്രയും നാളത്തെ കാലഘട്ടത്ത് ആൾക്കാർക്ക് ഈ അറിവൊന്നും ഇല്ലാത്തത് കാരണം അവരത് ഇങ്ങനെയൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരുന്നത്, മാറ്റമൊന്നുമില്ല. പക്ഷേ ഈ 2013 മുതൽ 2012-13 ആ റേഞ്ചിലാണ് ഈ കാലഘട്ടം ചേഞ്ച് ആയത്. ചേഞ്ച് ആകുമ്പോൾ ഈ പ്രകൃതിയുടെ വ്യവസ്ഥയിൽ മാറ്റം വരുമ്പോൾ അതിന്റെ നിയമങ്ങളൊക്കെ മാറി മാറി വരും. പിന്നെ ആ സ്ട്രിക്റ്റ് ആയി വരികയാണ്. അപ്പൊ സൗജന്യം ഇനി അങ്ങോട്ട് കുറഞ്ഞു വരും. അപ്പൊ ജനങ്ങളെ ഇത് അറിയിക്കണ്ടേ? ജനങ്ങൾ അന്നത്തെ പോലെ പിന്നെയും പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ പറഞ്ഞ്. അപ്പൊ അതുകൊണ്ടാണ് എന്നിലൂടെ അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ ചില വ്യക്തികൾ ഇതിനൊക്കെ എതിരായിട്ട് സംസാരിക്കുന്നത്. ദൈവത്തിൽ നിന്നും ഇപ്പോൾ കിട്ടുന്ന ദർശനത്തിലൂടെയാണ് കാര്യങ്ങൾ പറയുന്നത്. പക്ഷെ നമ്മളിത് കേട്ടാലും ഇതൊക്കെ പുള്ളി പറയുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ആൾക്കാർ പറയുന്നു, ഒരു ചെവി കൂടെ കേട്ടിട്ട് മറുഭാഗത്ത് നമ്മൾ ഈ ചെയ്തുകൊണ്ടിരുന്നതിനെ ചെയ്യാൻ ശ്രമിക്കും. അത് മനുഷ്യന്റെ സ്വഭാവം അങ്ങനെയാണ്. ചെയ്ത് പഴക്കം വന്ന് അല്ലെങ്കിൽ പരിശീലിച്ച് വെച്ചിരിക്കുന്ന കാര്യം ഒറ്റ ഇതിൽ മാറ്റാൻ പറ്റൂല. അപ്പൊ പിന്നെ ചെയ്ത് നോക്കും. പക്ഷെ നിങ്ങൾ ശ്രമിച്ചു നോക്ക്, ആത്മവളർച്ച ഉള്ളവർക്ക് അതിലൂടെ യാതൊരു ഫലവും വരില്ല. പകരം പ്രശ്നം കൂടിക്കൂടി വരുന്നതായിട്ട് അനുഭവപ്പെടാം. കാരണം നിങ്ങളെ സഹായിക്കാൻ ഇനി ആ അസുര ശക്തികളെ ദൈവം അനുവദിക്കില്ല. കാരണം ഇനിയും അസുര ശക്തികളിലൂടെ ഇങ്ങനെ വളഞ്ഞ വഴിയിലൂടെ സഹായങ്ങൾ നൽകിക്കൊണ്ടിരുന്നാൽ നിങ്ങളുടെ ആത്മാവ് ഈ ജന്മത്തിൽ മോക്ഷം ലഭിക്കില്ല. അതുകൊണ്ട് ആ അസുര ശക്തികളെല്ലാം ദൈവം ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പോസിറ്റീവ് ശക്തികളാണ് നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്നതെന്ന് മനസ്സിലാക്കണം. ഇനി നിങ്ങളിൽ ഉള്ള അസുര ശക്തികളെയും കൂടി നിങ്ങൾ പുറത്താക്കേണ്ട സമയമാണ് ഇനി. അതൊക്കെയാണ് നേരത്തെയുള്ള മെസ്സേജുകളിലെല്ലാം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലാക്കി അതനുസരിച്ച് പോയാൽ നിങ്ങളിൽ നേരത്തെ കൂടി വരിഞ്ഞു കയറിയ നിങ്ങളെ സ്വാധീനിച്ചിരിക്കുന്ന ഉള്ള നെഗറ്റീവ് ശക്തികളും കൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ പുറത്താക്കാം. പക്ഷെ ഇനി നെഗറ്റീവ് ശക്തികളുടെ ആശ്രയവും അല്ലെങ്കിൽ ഈ ഗുണങ്ങളൊന്നും ഇനി ദൈവത്തിന്റെ പോസിറ്റീവിൽ പോകുന്നവർക്ക് ഉണ്ടാകില്ല. അപ്പൊ നിങ്ങൾ മാക്സിമം പോസിറ്റീവാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പൊ അത് ഒരു വശം. ഇനി മറുവശത്ത് ഈ ഒട്ടും വളർച്ചയില്ലാത്ത അല്ലെങ്കിൽ ഈ നെഗറ്റീവ് ശക്തികളിലേക്ക് പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന നെഗറ്റീവ് ആത്മാക്കളുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ദൈവം എന്ന് പറയുമ്പോൾ, പ്രകൃതി എന്ന് പറയുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. ഞാൻ സംസാരിക്കുന്നത് ദൈവത്തിന്റെ പോസിറ്റീവിലേക്ക് പോകാൻ വേണ്ട വഴികളും അതിന് വേണ്ട നിയമങ്ങളും ഒക്കെയാണ് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നെഗറ്റീവിലേക്ക് പോകേണ്ട ആൾക്കാർക്ക് ഈ നെഗറ്റീവ് ശക്തികളെ ആശ്രയിച്ചാൽ മതി. അവർക്ക് നെഗറ്റീവ് ശക്തികൾ ഉയർച്ച കൊടുക്കും. ആ ആത്മാക്കളെ ഈ നെഗറ്റീവ് ശക്തികൾ തന്നെ കൊണ്ടുപോവുകയും ചെയ്യും. പക്ഷെ പോസിറ്റീവ് ആയി നിൽക്കുന്ന ആത്മാക്കൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റൂല. അത് മനസ്സിലാക്കിക്കൊണ്ട് ഈ നെഗറ്റീവ് ആത്മാക്കൾ പോസിറ്റീവ് ആൾക്കാർക്ക് യാതൊരു സഹായവും ചെയ്യില്ല. ശരിക്കും പറഞ്ഞു പകരം ശല്യം കൂടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അറിവ് വന്ന നിങ്ങൾക്ക് എന്നാൽ അറിവില്ലെങ്കിൽ അവർ വളഞ്ഞ വഴി കൂടെ സഹായങ്ങൾ ചെയ്യും. നേരത്തെ പറഞ്ഞ പോലെ നേർച്ചയൊക്കെ വാങ്ങിച്ച് സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. കാരണം നിങ്ങൾ ഒരിക്കലും പോസിറ്റീവിൽ പോകാതെ ഇത് തന്നെ ആശ്രയിച്ച് അങ്ങനെ മരണപ്പെട്ടാൽ ആത്മാവിനെ അവർക്ക് കൊണ്ടുപോകാം. പക്ഷെ നെഗറ്റീവ് ആത്മാക്കൾക്കേ അവർ സുഖം കൊടുക്കുകയുള്ളൂ. പോസിറ്റീവ് ആത്മാക്കളെ ട്രാപ്പ് ചെയ്ത് ഇങ്ങനെയുള്ള സൗജന്യ സഹായങ്ങളൊക്കെ ചെയ്ത് അവരിലേക്ക് അടുപ്പിച്ചിട്ട് പീഡനങ്ങളും അവർ ആ ആത്മാക്കളെ ഇട്ട് പീഡിപ്പിച്ച് സന്തോഷിക്കുന്ന പ്രക്രിയയെ പോസിറ്റീവ് ആത്മാക്കളോട് ചെയ്യുള്ളൂ. അതാണ് പ്രത്യേകം. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് പോയിട്ട് അവസാനം കുടുംബം മൊത്തം നശിച്ചു പോകുന്നതിന്റെ കാരണം ഗുണം കൊടുത്ത് വശത്താക്കിയിട്ട് പിന്നെ കുടുംബമായി നശിപ്പിച്ച് കളയുന്ന പ്രക്രിയ അവർ ചെയ്യും. കാരണം ഈ പോയ ആത്മാവ് പോസിറ്റീവിന്റെ ആത്മാവാണ്. യഥാർത്ഥത്തിൽ നെഗറ്റീവായിട്ട് പോകേണ്ട ആത്മാക്കൾക്ക് അവർ ഗുണം കൊടുത്ത് അങ്ങോട്ട് തന്നെ കൊണ്ടുപോയി നരകം എന്ന് പറയുന്ന അവരുടെ തലത്തിൽ ചില ജോലികളൊക്കെ അവരെ ഏൽപ്പിക്കുന്ന രീതിയുണ്ട്. അതുകൊണ്ടാണ് ചിലർ ഈ സാത്താൻ സേവയും അല്ലെങ്കിൽ ദുർമന്ത്രമൊക്കെ ചെയ്ത് നല്ല ഉയർച്ചയിലും സുഖിച്ചൊക്കെ പോകുന്നതിന്റെ കാരണം അതാണ്. പക്ഷെ അവരുടെ കുടുംബത്തിൽ ആരെങ്കിലും പോസിറ്റീവായിട്ട് ചിന്തിച്ചു നോക്ക്, അല്ലെങ്കിൽ ഇതൊക്കെ മതിയാക്കണം എന്ന് ചിന്തിച്ചു നോക്ക്, ഇല്ലെങ്കിൽ ആ വ്യവസ്ഥ അവർ തെറ്റിച്ചിട്ട് ഇതൊക്കെ മാറി ഒന്ന് പ്രവർത്തിച്ചു നോക്ക്, നശീകരണം അവിടെ നടക്കും. കാരണം അവരുടെ രീതിയിൽ നിന്ന് മാറുന്നുണ്ടെങ്കിൽ അപ്പോൾ അവർ നശിപ്പിക്കാൻ തുടങ്ങും. അപ്പൊ ഈ രീതിയിൽ പോയി ഗുണം കിട്ടുന്നത് കണ്ടും കൊണ്ട് നമ്മുടെ അവസ്ഥ ഇതാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, തടസ്സങ്ങളുണ്ട്. അപ്പൊ നമുക്ക് എവിടെ നിന്നെങ്കിലും ഈ പ്രശ്നം മാറി കിട്ടിയാൽ മതി. പക്ഷെ നമ്മൾ അവിടെ ശരി അന്വേഷിക്കുന്നില്ല, അല്ലെ ദൈവത്തിന്റെ വ്യവസ്ഥകൾ നമ്മൾ തിരിച്ചറിയുന്നില്ല. നമുക്ക് ഉയർച്ച വരാത്തതിന്റെ കാരണം നമ്മൾ മനസ്സിലാക്കുന്നില്ല. അപ്പൊ ആ അയൽവക്കത്തുള്ളവരോ അല്ലെങ്കിൽ ബന്ധത്തിലുള്ളവരോ ആരെങ്കിലും പറയും ഇന്നടത്ത് പോയാൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ മാറും. എന്റെ പ്രശ്നങ്ങളെല്ലാം അവിടെ പോയി ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തപ്പോൾ മാറി, ഇത്തിരി നെഗറ്റീവാണ്, ഇത്തിരി ദുർമന്ത്രവാദമൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ പ്രശ്നം മാറാൻ വേണ്ടി ഈ പോസിറ്റീവായ ആത്മാക്കൾ അവരുടെ വാക്കും കേട്ടും കൊണ്ട് അങ്ങോട്ട് ചെന്ന് കയറി കൊടുക്കും. കയറുമ്പോൾ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ ഉള്ള ഗുണവും കൂടെ നശിക്കും. കാരണം ഈ അസുരന്മാര് ഈ വ്യക്തികളെ വെറുതെ വെച്ചേക്കുമോ? ഇനി അഥവാ ഈ വ്യക്തിക്ക് യാതൊരു അറിവില്ലാത്തൊരു പോസിറ്റീവ് ആത്മാവാണെങ്കിൽ, അറിവ് ആൾറെഡി ഉണ്ട്, ആത്മാവിന് അറിവുണ്ട്, ഈ വ്യക്തിക്കായിരിക്കും അറിവില്ലാത്തത്. തൽക്കാലം ഈ ആത്മാവിനെ ട്രാപ്പ് ചെയ്ത് പിടിച്ച് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവന് അല്പം ഗുണവും ആശ്വാസവും കൊടുക്കും. ഇത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ മാറ്റിക്കൊടുക്കും, ബിസിനസ്സിൽ കുറച്ച് ഉയർച്ചയെ കൊടുക്കും. അപ്പൊ ഈ വ്യക്തി ഇത് കണ്ട് സന്തോഷിക്കും. പക്ഷെ മനസ്സിലാക്കണം, നിങ്ങളുടെ ആത്മാവ്
മുരടിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. ആ ആത്മാവ് നിങ്ങൾക്ക് എതിരായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന സത്യം തിരിച്ചറിയണം. പക്ഷെ ഭൗതികമായി നോക്കുമ്പോൾ നമുക്ക് ഇത്തിരി ഉയർച്ചയും കാര്യങ്ങൾ കിട്ടിയതായിട്ട് തോന്നും. ഇതൊരു അല്പ ആശ്വാസമാണ്. കുറച്ചുനാൾ കഴിയുമ്പോൾ ഈ അസുര ശക്തികൾ അവരുടെ തനി സ്വഭാവം ഇങ്ങോട്ട് കാണിക്കും. അത് വേറൊരു വശം. കാരണം ആ ആത്മാവിനെ അവർക്കറിയാം, നമുക്കറിയൂടന്നേ ഉള്ളൂ. അപ്പൊ ഈ തിരിച്ചറിവുകളാണ് ഞാനിപ്പോ നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ വലിഞ്ഞു കയറിയ അസുര ശക്തികൾ പലരിലുമുണ്ട്. ഇതൊന്നും വിട്ടുപോയിട്ടില്ല. ഇതെല്ലാം നിങ്ങൾ പുറത്താക്കി കളയണം. അപ്പോൾ ഇതിനെയും നിങ്ങൾ അടുത്ത ചെയ്യേണ്ടത് വേറൊന്നുമില്ല, പ്രായച്ചിത്ത മനസ്സുകൊണ്ട് കുറ്റബോധം വരികയും ദൈവത്തോട് ക്ഷമ പറയുകയും പ്രായച്ചിത്തങ്ങൾ ഏതെങ്കിലും വഴിയിലൂടെ എങ്ങനെയെങ്കിലൊക്കെ ചെയ്യാൻ പറ്റൂല അങ്ങനെ ചെയ്യണം. അപ്പൊ ഇങ്ങനെ ചില കാര്യങ്ങൾ പറ്റുന്നുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മൾ അമ്പലത്തിലൊക്കെ പോയി, മെയിനായിട്ടും ഈ അമ്പലത്തിലൊക്കെ പോയി ഗണപതിക്ക് തേങ്ങയടി, ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ നെഗറ്റീവാണ്. ദൈവത്തിന്റെ പോസിറ്റീവായി നിൽക്കുന്ന ശരിക്കുള്ള ഗണപതിക്ക് രൂപവുമില്ല, ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു പേരുമില്ല. അതുകൊണ്ടാണ് ഈ ഇതിനെ ഗണപതി എന്നൊരു പറയുന്നത്, ഗണങ്ങളുടെ പതി, ഒരു കൂട്ടം ഗണത്തിന്റെ പതി എന്നേ പറയുന്നുള്ളൂ. ആ ഗണപതി ശരിക്കും പറഞ്ഞാൽ നേരും നിറയും ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ദേവനാണ്. അതുകൊണ്ടാണ് വിഘ്നേശ്വരൻ എന്ന് പറയുന്നത്. വിഘ്നങ്ങളുടെ ഈശ്വരൻ എന്ന് പറയുമ്പോൾ വിഘ്നത്തെ മാറ്റാനും വിഘ്നം ഉണ്ടാക്കാനും കഴിവുള്ള ഒരു ദേവനാണ്. നമ്മുടെ പ്രകൃതിയുടെ വ്യവസ്ഥ ഒരാൾ എങ്ങനെ പാലിച്ച് മുന്നോട്ട് പോകുന്നു അതനുസരിച്ച് വിഘ്നങ്ങൾ മാറ്റിക്കൊടുക്കും. എവിടെയൊക്കെ വ്യവസ്ഥകൾ തെറ്റി ജീവിക്കുന്നു അവിടെ വിഘ്നം ഉണ്ടാക്കാനും ഈ ദേവന് ശക്തിയുണ്ട്. അത് ദൈവത്തിന്റെ ഒരു ശക്തിയാണ്. പക്ഷേ ഈ രൂപത്തിലും ഭാവത്തിലും നമ്മളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കുള്ള ഗണപതിയല്ല, അതിലൂടെ പ്രവർത്തിക്കുന്നത് ഒരു അസുരശക്തിയാണ്. തേങ്ങയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൈക്കൂലി കൊടുത്ത് വാങ്ങിച്ച് കാര്യം സാധിക്കുന്നത് ദൈവത്തിന്റെ യഥാർത്ഥ ഗണപതിയല്ല എന്ന് സത്യം തിരിച്ചറിയണം. ഇവിടെയാണ് എല്ലാവർക്കും പറ്റിപ്പോണത്. വീട് പണി ചെയ്യുമ്പോഴാണെങ്കിലും എല്ലാം നമ്മൾ ഈ രൂപവും ഭാവം കണ്ടും കൊണ്ട് മനസ്സിൽ ആ രൂപത്തെ കണ്ടും കൊണ്ടാണ് വീടിന്റെയൊക്കെ ഗണപതി പൂജ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഇതൊക്കെ ഇത്രയും നാളും ഈ അറിവൊന്നും ആർക്കും കറക്റ്റ് അറിഞ്ഞൂടാത്തത് കൊണ്ട് ദൈവം അത് ഇവരെയൊക്കെ ഫ്രീയാ സംരക്ഷിക്കുകയായിരുന്നു. പക്ഷെ ഇനി അങ്ങനെയല്ല. ഇനി അറിവ് മാക്സിമം കൊടുക്കുകയാണ്. കൊടുത്തിട്ട് ഈ അറിവ് ലഭിക്കുന്നവരെ കറക്റ്റ് മാർഗത്തിൽ കൊണ്ടുവരികയാണ്. നിങ്ങൾ ഗണപതി എന്ന് മനസ്സിൽ ധ്യാനിച്ചും കൊണ്ട് നന്ദി പറയുക, ഒരിക്കലും പ്രാർത്ഥിക്കരുത്. അവിടെയാണ് അടുത്ത തെറ്റ് പറ്റുന്നത്. നമ്മൾ ഗണപതിയെ പ്രാർത്ഥിക്കരുത്. ആ ഗണപതി ഒരു ദേവനാണെന്നും നമ്മളിൽ എല്ലാവർക്കും, എല്ലാ മനുഷ്യരിലും ഗണപതിയുണ്ട്, നമ്മളിൽ തന്നെ ഉണ്ട്. അതിന്റെ ചൈതന്യം വളർത്തിയാൽ മതി. അതും ഒറ്റയ്ക്കിരുന്ന് ധ്യാനിച്ച് സൃഷ്ടാവാൻ ദൈവത്തോട് ധ്യാനിക്കുമ്പോൾ ആ ദൈവത്തിൽ നിന്നും പ്രകൃതിയിൽ നിന്നും നമുക്ക് വേണ്ട ആ ചൈതന്യം, ഗണപതിയുടെ ആ ചൈതന്യം, ശിവനും ബ്രഹ്മാവും ഒക്കെ നമ്മളിൽ തന്നെയുണ്ട്, തന്നെ വന്നോളും. പക്ഷെ രൂപങ്ങളെ ആശ്രയിച്ച് മറ്റു സ്ഥലങ്ങളിലൊക്കെ പോയി കൈക്കൂലിയും അതൊക്കെ കൊടുത്ത് പ്രീതിപ്പെടുത്തി കാര്യം സാധിക്കുന്നത് ഒറിജിനൽ അല്ല. അതിലൂടെ പ്രവർത്തിക്കുന്നതെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അപ്പൊ അങ്ങനെ വരുന്ന കാര്യത്തിലാണ് മിക്ക വ്യക്തികളുടെയും ബിസിനസ്സിൽ ഇപ്പോൾ ബ്ലോക്ക്. ഇനി അങ്ങോട്ടങ്ങോട്ട് പോകുമ്പോൾ ആത്മീയമായി കൂടുതൽ വളർന്നു വരുന്ന വ്യക്തികൾ ഇനി ബ്ലോക്ക് ഉണ്ടാകും. കാരണം ഏറ്റവും അടിസ്ഥാനമായി തെറ്റുന്നത് ഒരു ബിസിനസ്സോ എന്തെങ്കിലും തുടങ്ങുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് ഇതൊരു അസുരശക്തികളുടെ ഒരു ട്രാപ്പായിരുന്നു. ഇത് ട്രാപ്പാണ്. ശരിക്കും യഥാർത്ഥ ഗണത്തിന്റെ പതിയെ മനസ്സിൽ ധ്യാനിച്ച് എനിക്ക് ഒരു ദോഷവും ഉണ്ടാക്കരുത്, തടസ്സങ്ങളെല്ലാം മാറ്റി എന്നെ നല്ല രീതിയിൽ കൊണ്ടുപോണേ എന്ന് ആ ഗണപതിയോട് പ്രാർത്ഥിക്കുകയല്ല ചെയ്യാനുള്ളത്. ആ ദേവനോട് നമ്മൾ സംസാരിച്ച് അറിയാലോ, ഒരു മാനേജറുടെ അടുത്ത് സംസാരിക്കുന്നതും അല്ലെങ്കിൽ തലപ്പത്ത മുതലാളിയോട് നമ്മൾ സംസാരിക്കുന്ന രീതിയിൽ വ്യത്യാസമുണ്ട്. ഇതേ വ്യത്യാസത്തിൽ സൃഷ്ടാവ ദൈവത്തോടും ശരിക്കുള്ള പ്രാർത്ഥന, സൃഷ്ടാവ ദൈവത്തിന്റെ മാനേജറായി നിൽക്കുന്ന ഈ ഗണപതിയോട് പറയേണ്ട രീതിയിൽ അത് കാര്യങ്ങൾ അവതരിപ്പിക്കുക. പക്ഷേ നമ്മുടെ നീതി ന്യായവും നമ്മുടെ പ്രവൃത്തി, നമ്മുടെ കർമ്മം ഇതനുസരിച്ച് ഗണപതി പ്രവർത്തിക്കുകയുള്ളൂ. ഒരിക്കലും നമ്മളുടെ രീതി തെറ്റിക്കൊണ്ട് കൈക്കൂലി കൊടുത്തും കൊണ്ടോ പ്രലോഭിച്ചും കൊണ്ടോ യഥാർത്ഥ ഗണപതിയെ പ്രീതിപ്പെടുത്താൻ പറ്റൂല. എന്നാൽ ഇതിന്റെ പേരിൽ നിൽക്കുന്ന അസുര ശക്തിയെ നമുക്ക് പ്രീതിപ്പെടുത്താം, ഒപ്പിച്ച് കാര്യങ്ങളൊക്കെ ഒപ്പിച്ചു തരും. ഇനി ആത്മീയമായി വളർന്നു നിൽക്കുന്ന ആത്മാക്കൾക്ക് ഈ അസുര ശക്തിയായ ഈ ഡ്യൂപ്ലിക്കേറ്റ് ഗണപതിയുടെ ഗുണം വരൂല. പോസിറ്റീവ് ശക്തികൾ ഇപ്പോൾ പ്രവർത്തിച്ചു തുടങ്ങി. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. 2013 മുതൽ സൃഷ്ടാവാം ദൈവമാണ് ഈ ചില കാര്യങ്ങൾ ഭൂമിയിൽ ചെയ്യാൻ തുടങ്ങിയത്. ഇനി അസുര ദേവ യുദ്ധമാണ്. മറ്റ് ഡയമെൻഷനിൽ പല അസുരന്മാരെയും തോപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഭൂമി നടക്കുന്ന പല കാര്യങ്ങളും പല രീതിയിലും ദൈവത്തിന്റെ പോസിറ്റീവ് ദേവന്മാരാണ് അല്ലെങ്കിൽ മാലാഖമാരാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ ദൈവത്തിന്റെ കയ്യിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട്. സൃഷ്ടാവൻ ദൈവത്തെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരെല്ലാം ആ പോസിറ്റീവ് ശക്തികളാണ് ഇനി നിയന്ത്രണം വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ ഡ്യൂപ്ലിക്കേറ്റിന്റെ ഗുണവും വരൂല. നിങ്ങൾ യഥാർത്ഥ പോസിറ്റീവ് ലെവലിലേക്ക് ഇനി കാര്യങ്ങൾ മുന്നോട്ട് പോയാലേ നിങ്ങൾക്ക് അതിനുള്ള ഗുണം വരുള്ളൂ. ഇതിവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഇത്രയും നാളും ഈ മേഖലയിലും നമ്മൾ തെറ്റിപ്പോയല്ലോ എന്ന സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട്
ദൈവത്തോട് ക്ഷമ പറയുക. ആ അസുര ശക്തി നിങ്ങളിലേക്ക് സ്വാധീനിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പുതിയ വീടാണെങ്കിലും ബിസിനസ് ആണെങ്കിലും എന്ത് കാര്യത്തിലും ഈ നെഗറ്റീവ് ശക്തികളാണ് നിങ്ങളെ വ്യാജത്താൽ ട്രാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്, നിങ്ങളെ സ്വാധീനിച്ചിരിക്കുന്നത് മനസ്സിലാക്കിക്കൊള്ളണം. ഈ അസുര ശക്തികൾ നിങ്ങളിലുണ്ട്, നിങ്ങളെ ശല്യം ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. അപ്പോ നിങ്ങൾ തന്നെ ദൈവത്തോട് പ്രാർത്ഥിച്ച് ഈ ഡ്യൂപ്ലിക്കേറ്റിനെ പുറത്താക്കിയിട്ട് ഒറിജിനൽ അകത്തിരുന്നാൽ മതി എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. അപ്പൊ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ധ്യാനിച്ചും പ്രാർത്ഥിച്ചും ഈ ആഗ്രഹിച്ചും പോകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയ വ്യത്യാസങ്ങൾ, ചില പോസിറ്റീവ് കാര്യങ്ങൾ നടക്കും. ദർശനങ്ങളും കാഴ്ചകളുടെ അളവും അങ്ങനെ ഒന്നും ആർക്കും കിട്ടിയിട്ടില്ലെങ്കിൽ അതുമൊക്കെ കിട്ടാനൊക്കെ തുടങ്ങും. കാരണം എത്രത്തോളം നമ്മൾ പോസിറ്റീവ് ആവോ അത്രത്തോളം നമുക്ക് ഇങ്ങനെയുള്ള വഴികൾ തുറന്നു വരും. അപ്പൊ അതിന്റെ ഒരു പ്രധാന കാര്യമാണ് ഇപ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യം. ഇനി അതുപോലെ തന്നെ മറ്റ് ദുർശക്തികൾ ദുഷ്ടശക്തികളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അതിനെയൊക്കെ ആശ്രയിച്ച് ദുർമന്ത്രവാദം അല്ലെങ്കിൽ ആഭിചാരം ഇങ്ങനെ വളഞ്ഞ വഴികളുണ്ടല്ലോ, അതിലൂടെയൊക്കെ പ്രീതിപ്പെടുത്തി കാര്യം സാധിക്കാനും ബിസിനസ് ഉയർച്ചയ്ക്കും സാമ്പത്തിക നേട്ടത്തിനൊക്കെ പോയവർ മനസ്സിലാക്കിക്കൊള്ളണം. നിങ്ങളിൽ അതിശക്തമായ സ്വാധീനം ഈ കൂട്ടരിലുണ്ട്. കാരണം ഇവരുടെ കയ്യിൽ ഇപ്പോഴും നമ്മളൊരു കൊള്ള സംഘത്തിൽ നമ്മൾ പോയി ചേർന്നിട്ട് കുറച്ചു ദിവസം അവിടെ കറങ്ങി നിന്നിട്ട് ഞങ്ങൾക്കിത് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഏതാണ്ട് മനസ്സിലായിട്ട് ഞങ്ങൾക്കിതൊന്നും തൃപ്തിയാകുന്നില്ല, ഞങ്ങൾ ഈ കൊള്ള സംഘം വിട്ടുപോകുന്നു, ഇല്ലേ കള്ളക്കടത്ത് മതിയാക്കുന്നു എന്ന് പറഞ്ഞ് പിന്മാറി പോകുമ്പോൾ അവർക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊരു ഭയങ്കരമായ ഒരു ശത്രുവായി മാറി. അറിവില്ലാതെ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഉള്ള പോലെ അല്ല, അറിഞ്ഞും കൊണ്ട് നമ്മൾ പോയിട്ട് നമ്മൾ പിന്നെ അത് വേണ്ടെന്ന് വെച്ച് തിരിച്ചു വരുമ്പോൾ അതിശക്തമായ ശല്യമാണ് അവിടെ നിന്ന് വരുന്നത്. നിങ്ങൾക്ക് അത്ര പെട്ടെന്നൊന്നും ഇനി ഉയർച്ച വരാൻ പാടാണ്. കാരണം അത്രയും ദേഷ്യം അവർക്കുണ്ടെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. അങ്ങനെയുള്ളവർ അത്രയും സ്ട്രോങ് ആയിട്ട് ഉള്ളുരുകി ദൈവത്തോട് ക്ഷമ പറഞ്ഞ് പ്രാർത്ഥിച്ച് കയറിയാൽ നിങ്ങൾ ചെയ്ത പ്രവൃത്തിക്ക് അനുസരിച്ച് അതിന്റെ ഒരു പടി മുകളിൽ നിങ്ങളുടെ മനസ്സ് കലങ്ങി ദൈവത്തോട് പ്രാർത്ഥിക്കണം. നമ്മുടെ ഇതിന്റെ ഈ കാഠിന്യം അതിലാണ് ഈ പ്രവൃത്തി വരുന്നത്. ഇപ്പൊ നമ്മൾ ജസ്റ്റ് കണ്ണുടച്ചൊരു 1 മണിക്കൂർ വളവളവളവളാന്ന് ചുമ്മാ പ്രാർത്ഥിക്കുന്നതിലല്ല കാര്യം. 1 മിനിറ്റ് ഉള്ളിൽ തട്ടി ആ ഉള്ളുരുകി പ്രാർത്ഥിക്കുമ്പോൾ എത്രയോ പവറായി നിൽക്കുന്ന നെഗറ്റീവ് ശക്തികളുടെ പവർ ആ 1 മിനിറ്റത്തെ പ്രാർത്ഥനയിൽ നശിച്ചു മാറിപ്പോകും. ഇത് മനസ്സിലാക്കണം. ഇത് ആർക്കും ഇത് ഉള്ളിൽ നിന്ന് പെട്ടെന്ന് വരാത്തതിന്റെ കാരണം ഈ കാര്യങ്ങളിൽ അത്ര സീരിയസ്നെസ് വരാത്തത്. പക്ഷെ ദൈവം പറയുന്നു ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ കൂടി വരുമ്പോൾ സ്വാഭാവികമായിട്ട് മനുഷ്യൻ മനസ്സ് കലങ്ങി സീരിയസ് ആയി പ്രാർത്ഥിച്ചിരിക്കും. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നു ആ ഒരു സ്റ്റേജിലേക്ക് നിങ്ങൾ പോകാതെ എന്നിൽ നിന്ന് ഈ മെസ്സേജും കാര്യങ്ങളും കിട്ടുമ്പോൾ ഇപ്പോഴും ബിസിനസ്സിന് വലിയ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ഈ മാർഗത്തിലൂടെ എല്ലാം നേരത്തെയൊക്കെ പോയിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ ആ ശക്തികളൊക്കെ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, അതിലൂടെ ചില നേട്ടങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ, നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ മെസ്സേജ് കേൾക്കുമ്പോൾ തന്നെ ദൈവത്തോട് വേണമെങ്കിൽ ക്ഷമ പറഞ്ഞ് പ്രായച്ചിത്തം ഉള്ളിൽ നിന്ന് തന്നെ വന്നാൽ ഇതിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടും. ഇല്ലെങ്കിൽ സമയമാകുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഓരോരുത്തരുടെ സമയം ഓരോ സമയത്താണ്. ഇപ്പൊ ചില ആത്മീയ വളർച്ച നേടിയ ചില വ്യക്തികൾ എന്ന് പറയുന്നത് ദൈവത്തിന്റെ കണ്ണിൽ മരത്തിൽ നിന്ന് വിളഞ്ഞ് പഴുത്ത ഫലങ്ങൾക്ക് തുല്യമാണ്. പഴുത്ത ഫലങ്ങളാണ് ആദ്യം ശുദ്ധീകരിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്നത്, അത് കഴിക്കാൻ വേണ്ടി നമ്മൾ പറിച്ചെടുക്കുന്നത്. അതുപോലെ ആദ്യം ഉള്ളവർക്ക് ആദ്യം ഇതിലുള്ള തടസ്സങ്ങളും പ്രശ്നങ്ങളും അനുഭവപ്പെട്ടു തുടങ്ങും. പിന്നീട് നിങ്ങൾ കുറച്ചുകൂടെ ആത്മീയത്തിൽ വളർന്നു വരുന്നു എന്ന് കാണുമ്പോൾ നിങ്ങൾ വളർന്നു വരണ്ട, ആത്മാവ് തന്നെ വളർന്നോളും. കാരണം ആ മുന്നോട്ട് ഭൂമിയിൽ ഓരോ അറിവും കാര്യങ്ങളും ഗ്രഹിച്ച് മുന്നോട്ട് പോകുന്നതനുസരിച്ച് നിങ്ങളുടെ ആത്മാവ് വളരുന്ന അനുസരിച്ച് നിങ്ങളും ലോക്കാവും. നിങ്ങൾ ലോക്കാക്കുന്ന ആരാണ്? നിങ്ങളുടെ ആത്മാവ് തന്നെയാണ് നിങ്ങൾ ലോക്കാക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് അത്രയും അറിവില്ലാത്തതുകൊണ്ട് ആത്മാവകത്തിരുന്നുകൊണ്ട് വിഷമിച്ചിരിക്കുന്നതാണ്. കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ ആത്മാവ് വളരും, നിങ്ങളെ ലോക്ക് ചെയ്യും. അത് വളരാതെ ഇപ്പോഴേ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി ക്ഷമ പറഞ്ഞ് പശ്ചാത്തപിച്ചാൽ ആ ലോക്കിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാം. പിന്നെ എന്റെ കഴിഞ്ഞ മെസ്സേജിലൂടെ 1-2 പേര് എന്നോട് ഇടപെട്ടിട്ട് ചോദിച്ചത്, ഇപ്പൊ സ്വർണം ആവശ്യത്തിന് മക്കൾക്ക് വേണ്ടി വാങ്ങിച്ചതുണ്ട്, അത് നാളെ നമുക്ക് ഉപയോഗിക്കാം എന്ന രീതിയിലാണ് ഇപ്പോഴേ വാങ്ങിച്ച് വെച്ചിരിക്കുന്നത്. ഒരാള് പറയുന്നത് ഇങ്ങനെ ഗോൾഡ് വാങ്ങിക്കാനുള്ള ഒരു സ്കീമിലൊക്കെ ചേർന്ന് പൈസ നിക്ഷേപിക്കുന്നുണ്ട്, അപ്പൊ അതൊക്കെ ഇനി തെറ്റായി പോയോ, അതൊക്കെ മതിയാക്കണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതിന്റെ ആൻസറായിട്ട് ഞാൻ പറയുന്നത്, നമ്മുടെ ഇന്നത്തെ ആവശ്യത്തിന് വേണ്ടി നമുക്ക് ആഭരണം വാങ്ങിക്കാം, ഉപയോഗിക്കാം. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. അപ്പോഴപ്പോഴുള്ള ആവശ്യം അവിടെ നിന്ന് പിശുക്കണ്ട. ഇപ്പൊ മകൾക്ക് സ്വർണ്ണാഭരണം വേണം അല്ലെ ഇടണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ, കൊച്ചു കുട്ടികളാണെങ്കിൽ അവർക്ക് ഇപ്പൊ അത് കൊടുക്കണം, അത് വേണം, വാങ്ങിച്ചു കൊടുക്കണം. പക്ഷെ
ഭാവിയിലത്തേക്ക് കല്യാണ സമയത്തിനെന്നും പറഞ്ഞ് വാങ്ങിച്ച് ലോക്കറിലോ വീട്ടിനകത്തോ സൂക്ഷിച്ച് വെക്കുമ്പോഴാണ് അത് പ്രകൃതികളിൽ തെറ്റാകുന്നത്. നമുക്ക് അന്നത്തെ അപ്പോഴപ്പോഴും ആവശ്യത്തിന് വേണ്ടി എന്തോണം ഉപയോഗിക്കാം, എന്തോണം ചെയ്യാം. പക്ഷെ ഭാവിയിലത്തേക്കെന്നും പറഞ്ഞ് നമ്മൾ നിക്ഷേപിച്ച് വെക്കരുത്. ഭാവിയിലുള്ളത് ഭാവിയിൽ ദൈവം തന്നോളും. നമ്മൾ വാങ്ങിക്കുന്ന സാധനം ഉപയോഗിക്കുക, ഭാവിയിലെന്ന് പറഞ്ഞ് മാറ്റരുത്, നോക്കിയാൽ മതി. ഇതാണ് അതിന്റെ അകത്തുള്ളൊരു നിയമം. അതുപോലെ തന്നെ വസ്തുവാണെങ്കിലും എന്താണെങ്കിലും ഈ ഭാവി എന്നും പറഞ്ഞ് വാങ്ങിച്ച് മതില് പോലും കെട്ടാതെ അല്ലെങ്കിൽ മതില് കെട്ടി കാടും പിടിച്ച് ഇങ്ങനെ ഇതെല്ലാം തെറ്റാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം അങ്ങനെ നമ്മുടെ പേരിലൊരു വസ്തു കാട് പിടിച്ച് ഉപയോഗമില്ല ഒരിടത്ത് കിടക്കുന്നത് തന്നെ നമ്മളിൽ നെഗറ്റീവാണ്. കാര്യം പ്രകൃതിയുടെ കണ്ണിൽ നമ്മൾ ഒരു നെഗറ്റീവ് പ്രവൃത്തി ചെയ്യുന്നതായിട്ടേ കണക്കാക്കോളൂ. അവിടെ ജോലിക്കാരെ നിർത്തുകയോ എന്തെങ്കിലും ചെയ്ത് അതിനെ വൃത്തിയാക്കി ദൈവം നമുക്ക് തന്നു, അല്ലെങ്കിൽ നമ്മൾ നേടിയ ഒരു സാധനം വൃത്തിയായി ശുദ്ധമായി സൂക്ഷിക്കണം. ഭാവിയിൽ എന്ന് പറഞ്ഞ് വാങ്ങിച്ചതിനെ പൂട്ടിയിട്ടിരിക്കുമ്പോൾ ഭാവിയിൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റുമായിരിക്കും. ചില മക്കൾക്കൊക്കെ ഭാവിയിൽ കല്യാണമോ അല്ലെങ്കിൽ ജോലിക്കൊക്കെ അന്ന് ഉപയോഗിക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ ഇത്രയും നാളും ഈ വസ്തുവിനെ കാടും പിടിപ്പിച്ച് അത്രയും നെഗറ്റീവാക്കി വിട്ടിരുന്നത് ആ നെഗറ്റീവത്തിൽ നമ്മളെ സ്വാധീനിക്കും. അതിന്റെ ഉടമസ്ഥൻ നമ്മളാണല്ലോ. അങ്ങനെ സ്വാധീനിച്ചതിന്റെ പേരിലുള്ള പല കഷ്ടങ്ങളും അതിന്റെ കർമ്മഫലങ്ങളും നമുക്ക് മറ്റു രീതിയിൽ ഇവിടെ അനുഭവിച്ച് തീർക്കേണ്ടി വരും. അതൊക്കെയാണ് പല കുടുംബത്തിലും അങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. ഓക്കെ, ഇനി ചില കാര്യങ്ങളൊക്കെ അടുത്തത്.